മറ്റു വാർത്തകളിലേക്കാണ്. ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിനെ നടപടിയുമായി ഫെഫ്ക. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്നും മാറ്റി നിർത്തുമെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതേസമയം രഞ്ജിത്ത് ഉടൻ ജാമ്യാപേക്ഷ നൽകും. വിവരങ്ങളുമായി KJ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ റിമാൻഡിലായ സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ് ഫെഫ്ക നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. സംഘടനയിൽ നിന്നും രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്നാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ഫെഫ്കയുടെ നടപടി അതിവേഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ആരോപണം ഉണ്ടാകുന്നു. അദ്ദേഹം റിമാൻഡിലായത് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത്. ഈ രഞ്ജിത്തിനെതിരെ നടപടിയെടുത്തതായി അദ്ദേഹം അല്പസമയം മുമ്പാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. പക്ഷേ ജാമ്യാപേക്ഷ നൽകുമ്പോൾ പല വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജാമ്യം നൽകണമെന്നും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തിടുക്കം കാട്ടിയെന്നുമാണ് പ്രതിഭാഗം വാദിക്കുന്നത്. പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അതീവ ഗുരുതരമുള്ളതാണ്. ബലാത്സംഗം, അതോടൊപ്പം തന്നെ തടഞ്ഞുവയ്ക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, ലൈംഗിക ആംഗ്യം കാണിക്കൽ, അതോടൊപ്പം തന്നെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് ഈ റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഇദ്ദേഹത്തിനെതിരെ സമാനമായി മുൻപും ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പുറത്തിറങ്ങി ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ സമാനമായി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതിക്ക് അദ്ദേഹത്തിന് ആ പഴയ ചരിത്രവും ഇവിടെ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കരുത് എന്ന തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് ഈ പോലീസിൻ്റെ നീക്കമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പോലീസ് പല തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഇത് ജനുവരി 30-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത് പോലീസ് ആദ്യം തന്നെ പരിശോധിച്ചത് ഇതൊരു വ്യാജ പരാതിയാണോ എന്നാണ് ആദ്യം പരിശോധിച്ചത്. കാരണം നമുക്ക് തന്നെ അറിയാവുന്നതാണ്, കുറച്ച് നാൾ മുമ്പ് നിവിൻ പോളിക്കെതിരെയും ഇത്തരത്തിലൊരു പരാതി വന്നിരുന്നു. അന്ന് വ്യാജ പരാതിയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യാജ പരാതിയാണോ എന്ന് പരിശോധിച്ച ശേഷം അങ്ങനെ അല്ലെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു ഈ യുവതിയുടെ ഭാഗത്തു നിന്നുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ചിലരിൽ നിന്നും ഇത്തരം മൊഴി രേഖപ്പെടുത്തുന്നു. അങ്ങനെ പൂർണ്ണമായ അന്വേഷണം നടത്തിയ ശേഷമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ 9 മണിയോടുകൂടി തന്നെ ഈ നടുറോഡിൽ വെച്ച് ഈ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് നമുക്കറിയാവുന്നതാണ്, തുടർ നടപടികൾ അതിവേഗമായിരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. അദ്ദേഹത്തിന് പിന്നീട് ഈ ചികിത്സ നൽകിയ ശേഷമായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി തന്നെ തൃപ്പൂണിത്തുറയിലെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്നു. അവിടെയാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. കൃത്യമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൽ പഴയ ചരിത്രം, രഞ്ജിത്തിൻ്റെ ആ ക്രിമിനൽ പശ്ചാത്തലം സൂചിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇദ്ദേഹത്തിന് 14 ദിവസം റിമാൻഡ് ചെയ്തിരിക്കുന്നത്. റിമാൻഡ് ചെയ്തെങ്കിലും ഇന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ഓപ്പൺ കോർട്ടിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ്. പക്ഷേ അതിൽ വലിയ പ്രതീക്ഷയൊന്നും രഞ്ജിത്തിന് വയ്ക്കേണ്ട കാര്യമില്ല. ശരി, വ്യക്തമാണ്. യുവനടിയുടെ പരാതിയിന്മേലാണ് സംവിധായകൻ രഞ്ജിത്തിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമ കേസിൽ രഞ്ജിത്ത് റിമാൻഡിലായിരുന്നു. എന്തായാലും രഞ്ജിത്തിനെതിരെ ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഫെഫ്ക. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് ഇപ്പോൾ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്. എന്തായാലും രഞ്ജിത്തിന് ഉടൻ ജാമ്യാപേക്ഷ നൽകുമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KJ ശ്രീജിത്താണ്.